കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ബി.ജെ.പി. അനുയായികൾ അർമാദിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. ഒറ്റയ്ക്ക് വൻ വിജയം നേടി ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായതും ലോകത്തിലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻനിരയിലുമുള്ളതുമായ മുംബൈ കോർപ്പറേഷൻ അഥവാ BMC ശിവസേനയുടെ കയ്യിൽ നിന്നും ബി.ജെ.പി. പിടിച്ചെടുത്തു എന്നതൊക്കെ ഇവിടുത്തെ ജീമാരെ വല്ലാതങ്ങ് പുളകിതരാക്കിയ സംഭവമായിരുന്നു. ന്യൂയോർക്കിൽ മംദാനിക്ക് കിട്ടിയതിനപ്പുറം പ്രചാരം ബി.ജെ.പി. മേയർക്ക് കിട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് അടിച്ചുവിട്ടിരുന്നത്. ഗോപാലകൃഷ്ണൻ ജിയൊക്കെ ഫേസ്ബുക്കിൽ അങ്ങ് ആറാടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഒരാഴ്ചക്കിപ്പുറം എന്താണ് അവസ്ഥ? ബി.ജെ.പിയുടെ ഒപ്പം സഖ്യകക്ഷിയായി മത്സരിച്ച ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ 29 കൗൺസിലർമാരെയും ബാന്ദ്രയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മാത്രമല്ല, ഒരാഴ്ച മുൻപ് പറഞ്ഞ പോലെ ബി.ജെ.പിക്ക് അവിടുത്തെ മേയർ സ്ഥാനം കിട്ടുമോ എന്ന് കണ്ടു തന്നെ പറയേണ്ട കാര്യം തന്നെയാണ്. ഇതെന്ത് മറിമായമെന്ന് ചിന്തിക്കുന്നുണ്ടോ? സത്യത്തില് തിരഞ്ഞെടുപ്പ് ഫലത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബി.ജെ.പി. പ്രോപഗൻഡയുടെ ഭാഗമായി വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് BMC തിരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒന്ന് പരിശോധിക്കാം. ജനുവരി 15 നടന്ന തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും സംഖ്യമായാണ് മത്സരിച്ചത്. ബി.ജെ.പി. 139 സീറ്റിലും ഷിൻഡെ ശിവസേന 89 സീറ്റിലും മത്സരിച്ചു. എതിർചേരിയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും രാജ് താക്കറെയുടെ MNSഉം സംഖ്യമായി മത്സരിച്ചു. ശരത് പവാറിന്റെ NCPയും ഉദ്ധവിന്റെ കൂടെ നിന്നു. എന്നാൽ നിയമസഭയിൽ അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ഈ നിർണായക മത്സരത്തിൽ സഖ്യത്തിൽ ചേരാതെ സ്വന്തമായി 151 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിരത്തുകയായിരുന്നു. അത് പ്രതിപക്ഷ വോട്ടുകളെ നല്ല രീതിയിൽ ചിതറിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നിയമസഭയിലേക്ക് നേടിയതുപോലെ ഏകപക്ഷീയമായി കോർപ്പറേഷനും സ്വന്തമാക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഫലം വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ബി.ജെ.പി. ഷിൻഡെ സഖ്യത്തിന് ഒരുമിച്ച് ലഭിച്ചത് 118 സീറ്റ് മാത്രമാണ്. ഭൂരിപക്ഷത്തെക്കാൾ 4 എണ്ണം കൂടുതൽ. 139 സീറ്റിൽ മത്സരിച്ച ബി.ജെ.പി. 89 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത്. 89 സീറ്റിൽ മത്സരിച്ച ഷിൻഡെ വിഭാഗം 29 എണ്ണത്തിലും. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി 72 സീറ്റുകളാണ് നേടിയത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒറ്റയ്ക്ക് 65 സീറ്റുകളും നേടി. എന്നാൽ 151 സീറ്റിലും മത്സരിച്ച കോൺഗ്രസ് കേവലം 24 ഇടത്ത് വിജയിച്ച് ഏറ്റവും വലിയ മൂന്നാം കക്ഷിയായി മാറി. കോൺഗ്രസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി എന്ന് പല വിമർശനങ്ങളും ഉയർന്നുവെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന നേട്ടമാണ് തിരഞ്ഞെടുപ്പിൽ അവർ നേടിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഏകപക്ഷീയമായ വിജയം ലഭിച്ചില്ലേ എന്ന് മാത്രമല്ല, വിഷയം ഷിൻഡെ വിഭാഗത്തിലെ കൗൺസിലർമാർ ഉദ്ധവ് പക്ഷത്തേക്ക് മറുകണ്ഠം ചാടുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, മേയർ സ്ഥാനം ബി.ജെ.പി. എടുക്കുമെന്നുള്ള വാർത്തകളും അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡെയെ ഇത്തവണ പരിഗണിക്കുന്നതിനാൽ മേയർ സ്ഥാനം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനാവില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഉദ്ധവ് പക്ഷത്തേക്ക് മാറിയാൽ മേയർ സ്ഥാനം മാത്രമല്ല നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനവും ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നും അവർ കണക്കുകൂട്ടുന്നു. അജിത് പവാറിന്റെ NCP ഇത്തവണ ബി.ജെ.പിക്കൊപ്പമല്ല കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും ഒരു സൂചനയാണ്. 288 അംഗം മഹാരാഷ്ട്ര നിയമസഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 132 സീറ്റുകൾ മാത്രമാണുള്ളത്. ഭൂരിപക്ഷത്തിന് 145 സീറ്റുകളാണ് വേണ്ടതും. 13 സീറ്റുകൾ കുറവാണ്. ഷിൻഡെ പക്ഷവും അജിത് പവാർ വിഭാഗവും തങ്ങളുടെ മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങിയാൽ പിന്നെ ബി.ജെ.പിക്ക് തുടരാനാവില്ല. കാരണം സ്വതന്ത്രന്മാരുടെ എണ്ണം ആകെ 5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്താനുമാവില്ല. അതാണ് ഷിൻഡെ തന്റെ കൗൺസിലർമാരെ ഒന്നടങ്കം റിസോർട്ടിലേക്ക് മാറ്റിയതിന്റെ പിന്നിലെ സാഹചര്യവും. ഒരർത്ഥത്തില് വലിയ വിജയാഘോഷം നടത്തിയ ബി.ജെ.പി. ഇപ്പോൾ വലിയ കുരുക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. മേയർ സ്ഥാനം വിട്ടുകൊടുക്കാതെ ഷിൻഡെ വിഭാഗം അനുനായികൾക്ക് തയ്യാറാവില്ല എന്നു തന്നെയാണ് ഇപ്പോഴത്തെ നില. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മറ്റാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു സംഗതി മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് OIC നടത്തിയ നീക്കം ഫലപ്രദമായി എന്നുകൂടിയാണ്. മുംബൈ നഗരത്തിൽ കച്ചവടക്കാരും തൊഴിലാളികളുമായി ധാരാളം മുസ്ലിം വിശ്വാസികൾ ജീവിക്കുന്നുണ്ട്. ശതാബ്ദങ്ങളായി അവർ തിരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായിട്ടും കോൺഗ്രസിനോ ബഹുസ്വര സംഖ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രാദേശിക മുന്നണികൾക്കോ സ്വതന്ത്രർക്കോ ആയിരുന്നു പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ OICയുടെ AIMIM ശ്രദ്ധേയമായ ശക്തിയായി ഉയർന്നു. BMCയിൽ മാത്രം 8 സീറ്റുകളും സംസ്ഥാനത്തുടനീളം 100 കണക്കിന് സീറ്റുകളും അവർ നേടി. നമ്മുടെ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും
SDPIയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റത്തിന്റെ സമാന ചിത്രം. മുംബൈ മെട്രോ ഭാഗങ്ങൾ, മലോഗാവ് പോലുള്ള നഗരങ്ങളിൽ കോൺഗ്രസിനെ മറികടന്ന് ശക്തമായ പ്രകടനം അവർ കാഴ്ചവെച്ചു. ഇതൊരു സൂചനയാണ്. BJPയുടെ ഏകീകൃത ഹിന്ദുത്വ അപ്പീലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിഭജനവും കാരണം ന്യൂനപക്ഷ വോട്ടർമാരുടെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, പഴയ സംഖ്യകളിൽ ചേരാത്ത വ്യത്യസ്ത രാഷ്ട്രീയവും കൂടുതൽ തീവ്രമായ സ്വതന്ത്ര രാഷ്ട്രീയവും തേടുന്നു. OIC അത് വാഗ്ദാനം ചെയ്യുന്നു. കടുത്ത ഐഡന്റിറ്റി പൊളിറ്റിക്സ് വികസന വാഗ്ദാനങ്ങളോടും ആധുനിക നേതൃത്വ ഇമേജോടും കൂടി ചേർത്ത് തന്നെ അവർക്ക് OICയിലൂടെ ലഭിക്കുന്നു. വേണമെങ്കിൽ ഇതിനെ BJP രാഷ്ട്രീയത്തിന്റെ ഡിവൈഡ് ആൻഡ് റൂൾ എഫക്ട് എന്ന് വിശേഷിപ്പിക്കാം. എന്തായാലും ഇത്തരം തീവ്ര പാർട്ടികളുടെ ഉയർച്ച കോൺഗ്രസ്, NCP പോലുള്ള സെക്കുലർ കക്ഷികൾക്ക് ഒരു അലാമാണ്. അർബൻ മഹാരാഷ്ട്രയിൽ ന്യൂനപക്ഷ വോട്ടുകളെ എളുപ്പത്തിൽ സ്വന്തം പോക്കറ്റിലാക്കുക ഇനി സാധ്യമല്ല. ചുരുക്കത്തിൽ കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾ ആഘോഷിച്ച പോലെ BJPയുടെ ഏകപക്ഷീയ വിജയം എന്ന ഒറ്റവാക്കിൽ ഒതുങ്ങുന്നതല്ല മഹാരാഷ്ട്രയിലെ കോർപ്പറേഷൻ ഫലങ്ങൾ. അതിൽ തന്നെ BMC ഫലങ്ങൾ മുനിസിപ്പൽ യുദ്ധങ്ങൾക്കപ്പുറമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയം എവിടേക്ക് പോകുന്നു എന്നതിന്റെ പ്രതിഫലനമാണ്. ഒരു കാലത്ത് അഭേദ്യം എന്ന് കരുതിയ നഗരങ്ങളെ ആധിപത്യം ചെയ്യാൻ BJPക്ക് സംഘടനാ ശക്തിയും തിരഞ്ഞെടുപ്പ് വിശ്വാസവുമുണ്ട്. പക്ഷെ അതിനവരെ സഹായിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ വിള്ളല് തന്നെയാണെന്ന് ഈ തിരഞ്ഞെടുപ്പും സാക്ഷ്യപ്പെടുത്തുന്നു. ശിവസേന ഇപ്പോഴും അവിടെ കോർ പ്രാദേശിക ഐഡന്റിറ്റിയുമായി പ്രതിധ്വനിക്കുന്നുണ്ട്. ഇമോഷണൽ ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിലും ഷിൻഡെ വിഭാഗം ഫലങ്ങൾ സ്വാധീനിക്കാൻ ശക്തമാണ്. കോൺഗ്രസ് തങ്ങളുടെ ലെഗസിയെ ഉയർത്തിപ്പിടിക്കാനാവുന്ന സാഹചര്യത്തിൽ തന്നെയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. AIMIM പോലുള്ള പുതിയ പ്ലേയേഴ്സ് ഏത് കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടി ആരാണ് സംസാരിക്കേണ്ടതെന്ന് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നതും ഒരു ചോദ്യമാണ്. പിന്നോട്ട് നോക്കിയാൽ ഇത് 3 കാര്യങ്ങളിലേക്ക് ചുരുക്കാം. ഒന്നാമത്തേത്, അധികാരം ദേശീയവൽക്കരിക്കപ്പെട്ടു. പ്രാദേശിക പ്രശ്നങ്ങൾ പ്രധാനമാണ്. പക്ഷേ രാഷ്ട്രീയ തലത്തിലെ രാഷ്ട്രീയം മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ മുനിസിപ്പൽ ഫലങ്ങളെ പോലും നയിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നു. രണ്ടാമത്തേത്, സ്വത്വ രാഷ്ട്രീയം മരിച്ചിട്ടില്ല, അത് വികസിക്കുന്നു. വോട്ടർമാർ ഇപ്പോഴും പൈതൃകവും കമ്മ്യൂണിറ്റിയും പരിഗണിക്കുന്നു. 3, ഭരണപക്ഷത്തിന് അഹങ്കാരത്തിനിടമില്ല. ഇത് സ്ഥിരമായ ഭൂപ്രകൃതിയല്ല. സഖ്യങ്ങൾ, പ്രാദേശിക നേതാക്കൾ, ഗ്രൗണ്ട് ലെവൽ ഓർഗനൈസിംഗ് എന്നിവ ഭാവി മത്സരങ്ങളെ നിയന്ത്രിക്കും.